നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവിൽ ബാലേന്ദ്രൻ രണ്ടും കൽപ്പിച്ചാണ്. രോഹിത് കഥ കടച്ചിട്ട് എപ്പോഴും മുറിക്കാത്തന്നെ ഇരിക്കുക. അത് ശരിയായിട്ടുള്ള നടപടിയല്ലല്ലോ. ആഹാരം കൊണ്ട് ചെന്നാലും കുറെ തവണ കഥയെ മുട്ടി വിളിച്ചാലാണ് കഥ തുറക്കുന്നത്. രാത്രിക്ക് രാത്രി തന്നെ കാർപ്പൻറ്ററെ വിളിച്ച് കഥയുടെ കുറ്റിയും കൊടുത്തുമൊക്കെ എടുപ്പിക്കുകയാണ്. ഈ സമയം രോഹിത്തിനാണ് ആകെപ്പാടെ ഭ്രാന്തായിപ്പോയി. ഗോവർദ്ധനാണ് കാർപ്പൻറ്ററെ വിളിച്ചുകൊണ്ട് വന്നത്. പിന്നീട് അയാൾ വന്ന് കഥകിൻ്റെ കുറ്റിയും കൊടുത്തൊക്കെ എടുക്കുകയാണ്. അതിനുശേഷം കാർപ്പൻറ്ററെ പറഞ്ഞു വിട്ടിട്ട് ഗോവർദ്ധൻ ബാലേന്ദ്രൻ്റെ അടുത്തേക്കുന്നു. എന്നിട്ട് ചോദിച്ചു, എന്താ ബാലേട്ട ഇതൊക്കെ, എന്തിനെങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ചോദിച്ചു. ബാലേന്ദ്രൻ പറഞ്ഞു, ഞാൻ പിന്നെ എന്ത് ചെയ്യണം? നിനക്ക് ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയത്തില്ലാത്തോണ്ടാ ഇപ്പോഴെനിക്ക് തോന്നുന്നുണ്ട് ഇതിനേക്കാളും ഭേദം അവൻ ജയിലിൽ കിടക്കുന്നതെന്ന്. എന്താ ബാലേട്ട ഇങ്ങനെ പറയണേ? എടാ, ഇവിടെ നടക്കുന്ന എന്താന്ന് നിനക്കറിയാവോ? അവനെല്ലാവരോടും ദേഷ്യമാ. കൊണ്ടേ കൊടുക്കുന്ന ആഹാരമൊക്കെ വലിച്ചെറിയുക. എന്നെ അവൻ തല്ലുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അമ്മാതിരി അവൻ്റെ പ്രകടനങ്ങളൊക്കെ അതൊന്നും കാണേണ്ട കാഴ്ച തന്നെയാന്ന് പറഞ്ഞു. എത്ര കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാടാ അവനെ ജയിലിൽ നിന്ന് പുറത്തിറക്കിയത്. അതിനുവേണ്ടി എത്ര പേരുടെ കാല് പിടിച്ചു. നിനക്കറിയാവുന്ന കാര്യമില്ല ഗോവർദ്ധന. നാണക്കേട് വേറെ. ഷോപ്പ് തുറക്കാൻ പറ്റുമായിരുന്നു. എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇതുമൂലം ഉണ്ടായത്. എന്നിട്ടോ ഇപ്പോഴവന് വെല്ലുവിളിക്കുന്ന എന്നെയും ദേ അവൻ്റെ പെങ്ങന്മാരെയാന്ന് പറഞ്ഞു. ഗോവർദ്ധനം പറഞ്ഞു, ബാലേട്ട, ചിലപ്പം അവൻ തെറ്റൊന്നും ചെയ്യാത്തോണ്ട് അവൻ്റെ മാനസികാവസ്ഥ ഒരു വല്ലാത്തതായിരിക്കും. അതുകൊണ്ടായിരിക്കും അവൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് പറഞ്ഞു. മനസ്സിലാവുന്നുണ്ട്. എന്നാലും അതിനൊക്കെ ഒരു പരിധിയില്ലേ ഗോവർദ്ധന? അത് ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്ത് അവനോട്? ഒന്നുമില്ലെങ്കിൽ ഞാൻ അവൻ്റെ അച്ഛനല്ലേ. ആ പരിഗണന എങ്ങനെ തന്നൂടെ? അതൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ അലീനയുടെ കഷ്ടപ്പാട് ഓർക്കുമ്പോഴാണ്. അലീന കൊണ്ടേ ആഹാരം കൊടുക്കും, അതെല്ലാം വലിച്ചെറിഞ്ഞ് അവൻ പൊട്ടിക്കുക പാത്ര സഹിതം. അതെല്ലാം തൂത്തുവാരി വൃത്തിയാക്കിയിട്ട് ഉച്ചയ്ക്ക് വീണ്ടും കൊണ്ടേ കൊടുക്കും. ഇത് തന്നെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കഥ കടച്ച് കുറ്റിയിട്ട് ഏതോ സമയം ഇരിപ്പ് തന്നെയാ. പറയാൻ പറ്റില്ല അതിനകത്ത് എന്തെടുക്കുമെന്ന്. അതുകൊണ്ട് ആ കുറ്റിയും കൊടുത്തു എടുത്തേക്കാന്ന് വിചാരിച്ചെന്ന് പറഞ്ഞു. ഗോവർദ്ധനം പറഞ്ഞു, എല്ലാം ശരിയാവും ബാലേട്ട. ബാലേട്ടനൊന്ന് സമാധാനമായിട്ടിരിക്കാൻ പറഞ്ഞു. അപ്പോഴേക്കും അലീന ചായയൊക്കെ ആയിട്ട് വന്നു. പിന്നീട് ഗോവർദ്ധനോട് പറഞ്ഞു, അതാ അങ്കിളെ ഞാനും അച്ഛനോട് പറയുന്നത്. അച്ഛനോട് പറഞ്ഞിട്ട് അച്ഛൻ്റെ തലയിലേക്ക് കയറുന്നില്ല. എന്തിനും ഏതിനും ഒരു കുറച്ച് സമയം കൊടുക്കണം. അവൻ്റെ മൈൻഡ് ഒന്ന് മാറിക്കിട്ടണമെങ്കിൽ അവനിപ്പോൾ അവനോട് തന്നെ ദേഷ്യം. അത് ഞാനത് അച്ഛനോട് കുറേ തവണ പറഞ്ഞ അങ്കിളെ. പക്ഷേ അച്ഛനത് മനസ്സിലാവുന്നില്ല. അച്ഛൻ അവനോടൊപ്പം തന്നെ വാശി പിടിച്ച് നിൽക്കുക. ബാലേന്ദ്രൻ പറഞ്ഞു, നിനക്ക് സഹിക്കാൻ പറ്റും, പക്ഷെ എനിക്കത് സഹിക്കാൻ പറ്റില്ല. എത്രയെന്ന് വെച്ചാൽ കണ്ടില്ല കേട്ടില്ല ധരിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകുന്നതെന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ ദേഷ്യപ്പെടുവാണ് അലീനയോട്. അങ്ങനെ അന്ന് രാത്രി കിടക്കുന്നതിന് മുമ്പ് ഭവിതയെ ഭൈജ വിളിക്കുന്നുണ്ട്. ഭൈജ വിളിച്ചിട്ട് വീട്ടിലെ വിശേഷങ്ങളൊക്കെ ചോദിക്കണം. അപ്പോഴേക്കും ഭവിത പറഞ്ഞു, ഇവിടെ നല്ല നല്ല വിശേഷങ്ങളൊക്കെയാ. അല്ല, രോഹി വന്നിട്ട് എന്തായി? അവൻ എന്നെ ഒന്ന് വിളിക്കുകയോ പോലും ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞു. വീട്ടിലുള്ളവരോട് സംസാരിക്കുന്നില്ലമ്മേ, പിന്നെയാണ് അമ്മയെ വിളിച്ച് സംസാരിക്കുന്നത്. അതെന്താ ഭവിത അങ്ങനെ? എന്താണെന്നൊന്നും അറിയത്തില്ല. ആഹാരം പോലും കഴിക്കുന്നില്ല രോഹിയേട്ടൻ. കൊണ്ടേ കൊടുക്കുന്ന ആഹാരം എല്ലാം വലിച്ചെറിയുക. എല്ലാവരോടും ദേഷ്യമാന്ന് പറഞ്ഞു. നീ ഒരു കാര്യം ചെയ്യുക, അവനോട് പോയി എൻ്റെ കാണാനായിട്ടൊന്ന് വരാൻ പറ. നല്ല കഥയെ പറഞ്ഞ ഉടനെ അങ്ങ് വന്നു. അമ്മയ്ക്ക് അറിയത്തില്ലാത്തതുകൊണ്ടാണ് രോഹിയേട്ടൻ്റെ ഇപ്പോഴത്തെ മനമാറ്റം എന്താന്ന്. ഇതുപോലത്തെ ഒരു രോഹിയേട്ടനെ ഞാൻ കണ്ടിട്ട് പോലും ഇല്ലയെന്ന് പറഞ്ഞു. അല്ല, അമ്മ എന്നാ ഡിസ്ചാർജ് ആയി വരുന്നതെന്ന് ചോദിച്ചു. അങ്ങോട്ടേക്ക് വരാനോ? അങ്ങോട്ടേക്ക് ഞാൻ വരത്തൊന്നുമില്ല. ഡിസ്ചാർജ് ആവുന്ന കാര്യത്തെക്കുറിച്ച് ഡോക്ടറോടായിട്ട് സംസാരിക്കണം. ഞാൻ പറഞ്ഞല്ലോ ഞാൻ വേറൊരു വീടെടുത്തിട്ടുണ്ടെന്ന്. അതിനെക്കുറിച്ച് ഞാനൊന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. വേറെ വീട്ടിലേക്ക് മാറണോ ഏതാ വേണ്ടതെന്നും തീരുമാനിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ രോഹിത്തിൻ്റെ കാര്യം ഓർക്കുമ്പോഴാണ് എനിക്കൊരു വിഷമമെന്ന് പറഞ്ഞു. ഒടുവിൽ കുറേ സമയങ്ങൾ സംസാരിച്ചതിന് ശേഷമാണ് ഭവിത കോള് കെട്ടിയുന്നത്. പിറ്റേ ദിവസം മണിശങ്കർ വൈജയെ കാണാനായിട്ട് ചെല്ലുന്നുണ്ട്. അങ്ങനെ ചെന്ന് സംസാരിക്കുന്ന സമയത്ത് മണിശങ്കർ രോഹിത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ആൻറ്റി വേറെ വീടെടുത്ത് മാറിയിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ ശരിയാവും തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. ആൻറ്റി ഇത് എന്ത് ഭാവിച്ചാ? ആൻറ്റിയും കൂടെ ആ വീട് വിട്ട് പോയിട്ടുണ്ട്. രോഹിത്തിൻ്റെ അവസ്ഥ എന്താവും? ഇപ്പോഴത്തെ അവൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആൻറ്റിക്ക് വല്ലതും അറിയാവോ? ഒന്നും അറിയത്തില്ലല്ലോ. അവൻ ജയിലിൽ നിന്ന് വന്നെങ്കിലും അവൻ്റെ മനസ്സിന് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. എല്ലാവരോടും ദേഷ്യമാണ്. ആൻറ്റിയുടെ സ്വന്തം തേടി പോയിട്ടുണ്ടെങ്കിൽ അവൻ്റെ കാര്യം എന്താവുമെന്ന് ആൻറ്റി ഒന്ന് ചിന്തിക്കുന്നല്ല എന്ന് പറഞ്ഞു. അല്ലടാ, അതിനിപ്പം ഞാൻ എന്ത് ചെയ്യാനാ? ആൻറ്റി കടപ്പാട്ട് വീട്ടിലേക്ക് തിരികെ വരണം. അങ്ങോട്ടേക്ക് വരാനാ. പിന്നെ അല്ലാതെ ഇവിടെ നിന്ന് ഡിസ്ചാർജ് ആയി കഴിയുമ്പോൾ വേറെ വീടെടുത്ത് മാറാമെന്ന് ആൻറ്റിക്കൊരു മോഹം കാണുമായിരിക്കും. പക്ഷെ എത്ര നാൾ ആൻറ്റി അങ്ങനെ വേറെ മാറിപ്പോയി കഴിയും? അങ്കിളുമായിട്ട് ഡിവോഴ്സും കാര്യങ്ങളും നടന്നിട്ടുണ്ടെങ്കിൽ ആൻറ്റിക്ക് തന്നെയാണ് നഷ്ടം വരാൻ പോകുന്നത്.
ഇവിടെ ആൻറ്റി തോറ്റു പിന്മാറാൻ പോന്നേ. അത് കേട്ടപ്പോൾ വൈജന്തി മനുശങ്കറിയെ നോക്കുകയാണ്. ആൻറ്റി ശരിക്കും അങ്ങനെ പിന്മാറുമല്ല ചെയ്യണ്ടേ, ആ വീട്ടിൽ വന്ന് കഴിയുക ചെയ്യണ്ടേ, അതല്ലേ ചെയ്യണ്ടേ. അതിന് പകരം ആ വീട് വിട്ടിറങ്ങിയിട്ടാ ആൻറ്റിക്ക് അതുകൊണ്ട് എന്താ ഗുണം കിട്ടുന്നേ? പിന്നെ അങ്കിളിനെ തോൽപ്പിക്കാൻ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അങ്കിള് തോൽക്കാൻ പോകുന്നില്ല. തോൽക്കാൻ പോകുന്ന ആൾ ആൻറ്റി ആയിരിക്കും. അത് ഇന്നല്ലെങ്കിൽ നാളെ ആൻറ്റിക്ക് അത് മനസ്സിലാവുകയും ചെയ്യുമെന്ന് പറഞ്ഞു. പിന്നെ രോഹിത്തിൻ്റെ കാര്യത്തിലും ബബിതയുടെ കാര്യത്തിലും ഒരു തീരുമാനം വേണ്ടേ? അവരൊക്കെ പ്രായപൂർത്തിയായ കുട്ടികളാണ്. അപ്പോൾ ആ രീതി വേണം. അല്ലാതെ അവരെ താൻ താമസിക്കാൻ പോകുന്ന പുതിയ വീട്ടിലേക്ക് കൊണ്ടുപോവാം, അല്ലെങ്കിൽ അവിടെ കൊണ്ടുപോയി അവരുമായിട്ട് ഒരുമിച്ച് ജീവിക്കാം എന്നൊക്കെ ഒരു ചിന്ത ആൻറ്റിയുടെ മനസ്സിലുണ്ടെങ്കിൽ അതൊക്കെ അങ്ങോട്ട് മനസ്സിൽ നിന്ന് കളയുന്ന നല്ലത്. ഇന്നല്ലെങ്കിൽ നാളെ ആൻറ്റിക്ക് അതിൻ്റെ അനുഭവം കിട്ടുമെന്നൊക്കെ പറഞ്ഞു. രോഹിത്തിനെ കൈ പിടിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ആൻറ്റി അങ്ങോട്ടേക്ക് വന്നാൽ മതിയാവുള്ളൂ എന്നൊക്കെ ഒരു ഉപദേശമൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ വൈജയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയണ്ടായിരുന്നില്ല. മനുഷ്യങ്ങനെ ഒരു കാര്യം ഉറപ്പായി. എന്താണെങ്കിലും ആൻറ്റി പെട്ടെന്നൊന്നും അങ്ങോട്ട് പോകാൻ പോകുന്നില്ല. താൻ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയോ തലയിൽ കയറിയും തോന്നുന്നത്. രോഗത്തിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ എവിടെയോ കൊണ്ടെന്നാ തോന്നുന്നത്. എന്തൊക്കെയൊരു ചിന്തയായിരുന്നു മനുവിൻ്റെ മനസ്സിൽ. പിറ്റേ ദിവസം അങ്ങനെ അലീന അടുക്കള ജോലികളൊക്കെ ചെയ്യുവാണ്. ഈ സമയത്ത് രോഹിത് എന്ത് ചെയ്തു? കഥ കടച്ച് മുറിക്കകത്ത് ഇരിക്കാൻ പറ്റില്ലല്ലോ. രോഹിത് പുറത്തേക്ക് ഇറങ്ങി പോവാണ്. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേനും പുറത്തേക്ക് പോയി രോഹിത്തിനെ നാട്ടുകാരേക്ക് ഓടിക്കുന്നുണ്ട്. കാരണം അവൻ തെറ്റ് ചെയ്യുന്ന ഒരു പാവം പിടിച്ച പെൺകുട്ടിയെ അവൻ പീഡിപ്പിച്ചെന്നൊരു ചിന്തയായിരുന്നു അവരുടെ മനസ്സിലൊക്കെ ഉണ്ടായിരുന്നേ. അങ്ങനെ കുറേ ആൾക്കാർ കൂടിയിട്ട് അവനെ അടിക്കാനായിട്ട് പിടിക്കുകയാണ്. ആ സമയം രോഹിത് ജീവനും കൊണ്ടോടി ഗേറ്റ് കടന്ന് പാഞ്ഞു വരുവാണ്. അകത്തേക്ക് കയറി. ഈ സമയത്താണ് അലീന ഒച്ചപ്പാട് കിട്ടി പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. അപ്പോഴേക്കും രോഹിത് പാഞ്ഞു കയറി വരുന്ന കാഴ്ച കണ്ടേ. പെട്ടെന്ന് അവൻ വീഴാൻ പോയി കഴിഞ്ഞപ്പോഴത്തേനും അലീനെ കയറി പിടിച്ചു. എന്താന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഗേറ്റിനടുത്ത് കുറേ ആൾക്കാർ വരുന്നുണ്ട്. പെട്ടെന്ന് എന്ത് ചെയ്തു? അലീന ഓടിപ്പോയി ഗേറ്റ് അടിച്ചിട്ട് രോഹിത്തിനെ കൊണ്ട് അകത്തേക്ക് കയറി പോവാണ്. അകത്തേക്ക് കയറിപ്പോയി കഥയൊക്കെ കുറ്റിയിട്ടു. രോഹിത്തിന് അപ്പോഴും ആ ഒരു പേടി മാറിയിട്ടുണ്ടായിരുന്നില്ല. വല്ലാതെ അണയ്ക്കുന്നുണ്ടായിരുന്നു അവനെ. ആൾക്കാർ അടിക്കാനായിട്ട് ഓടിച്ചവനെ. അവനെ അല്ലേ തല കൈ കിട്ടുവാണെങ്കിൽ തീർക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാരിരുന്നേ. അത്രയും വലിയൊരു ദുഷ്ടത്തരം കാണിച്ചവനെ വെറുതെ വിടാൻ പാടില്ല. അവൻ തെറ്റ് ചെയ്തിട്ടില്ലെന്നുള്ള കാര്യം അധികം ആൾക്കാർക്കൊന്നും അറിയത്തുണ്ടായിരുന്നില്ലല്ലോ. മുറിയിലേക്ക് ചെന്നിരുന്നിട്ട് അവന് കഥയ്ക്കുവാണ്. പെട്ടെന്ന് അലീന കുറച്ച് വെള്ളമൊക്കെ എടുത്തുകൊണ്ട് കൊടുക്കുകയാണ് അവന് കുടിക്കാനായിട്ട്. അലീനെ ഒന്ന് നോക്കി. കുടിക്കാതിരിക്കാനായിട്ട് അവന് പറ്റില്ലായിരുന്നു. കാരണം അത്രമാത്രം അവന് ക്ഷീണിതനായിരുന്നു. ആഹാരം നേരെ ചൊവ്വേ കഴിക്കുന്നുണ്ടായിരുന്നില്ല. വിശപ്പും ദാഹവും കൊണ്ട് അവൻ വല്ലാതെ ആയി പോയിട്ടുണ്ടായിരുന്നു. പിന്നീട് അലീന ബാലേന്ദ്രൻ്റെ അടുത്തേക്ക് എന്ന് ബാലേന്ദ്രനോട് കാര്യങ്ങൾ പറയണം. അപ്പോഴേക്കും ബാലേന്ദ്രൻ പെട്ടെന്ന് ഇറങ്ങി വന്നു. ഗേറ്റിൽ അവിടെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ആൾക്കാരൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ബാലേന്ദ്രൻ പോയി ഗേറ്റൊക്കെ പൂട്ട് വേണം. ബാലേന്ദ്രനും പേടിയായി. ഇനിയിപ്പം തൻ്റെ മകനെ അവരെന്തെങ്കിലും നാട്ടുകാരെല്ലാം ഉപദ്രവിക്കുമോ എന്നൊക്കെ ഒരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുന്നുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനു അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ മനു വന്നു കഴിഞ്ഞപ്പോൾ അലീന ഇറങ്ങി ചെന്നു. പിന്നീട് അവിടെ നടന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മനുശങ്കർ പറഞ്ഞു, എല്ലാം ശരിയാവും, നീ ധൈര്യമായിട്ടിരിക്കുക. ഇന്നല്ലെങ്കിൽ നാളെ അവൻ്റെ മനസ്സ് മാറും. ഒരു പക്ഷേങ്കിൽ പറ്റിയില്ലേ നമുക്കൊരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കാം. ഇനി ഇതിങ്ങനെ വെച്ചുകൊണ്ട് പോയിട്ട് കാര്യമില്ല. അവൻ്റെ മനസ്സിലെ വിഷമങ്ങളും വേദനകളും എന്താണെന്ന് അവനെല്ലാം അറിയുള്ളൂ. ഒരു സൈക്കാട്രിസ്റ്റിനെ കണ്ട് നല്ലൊരു ഉപദേശം തേടുവാണെങ്കിൽ നല്ല കാര്യമായിരിക്കും എന്ന് പറഞ്ഞു. അലീന പറഞ്ഞു, അതെനിക്കും തോന്നുന്നുണ്ട്. പിന്നെ ഒരു കാര്യമുണ്ട്, നാളെ മിക്കവാറും ആൻറ്റി ഇങ്ങോട്ടേക്ക് വരുമായിരിക്കും എന്ന് പറഞ്ഞു. ഇങ്ങോട്ടോ? അതെ, ഇങ്ങോട്ടേക്ക് വരാൻ വഴിയുണ്ട്. ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആയിട്ട് വരാൻ വഴിയുണ്ട്. ഞാൻ പോയി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പറയാൻ പറ്റില്ല, ആൻറ്റിയുടെ സ്വഭാവം ആയതുകൊണ്ട്. ഇനിയിപ്പോൾ വന്ന ഡ്രസ്സൊക്കെ എടുത്തോണ്ട് പോകുമെന്നും അറിയത്തില്ല. പക്ഷെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോകാൻ വഴിയില്ല. രോഹിത്തിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണ്ടേ, ആൻറ്റിയെ ഞാൻ ഉപദേശിച്ചിട്ടുണ്ടെന്നൊക്കെ അലീനയോട് പറയണം. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.